വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. വലിയ ആഘാതമാണ് അത് സംസ്ഥാനത്തിന് മുകളിൽ ഏൽപ്പിച്ചത്. ഒരു ദേശീയ ദുരന്തമായി പരിഗണിക്കത്തക്ക രീതിയിലുള്ള ഈ അപകടം അത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ഇടവിട്ട് ആവർത്തിക്കുന്നു എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വഴി നൽകുന്നു. ഈ ജൂലൈ മാസം അപകടങ്ങളുടെ ഒരു കാലഘട്ടമായി എല്ലാ വർഷവും വരുന്നു. ഏതായാലും ഇത്തവണ ഈ അപകടം ഉണ്ടായ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. ഭരണ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടിയെത്തി. സൈന്യത്തിൻ്റെ സേവനമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. NDRFും അതുപോലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരും ഒക്കെ സജ്ജമായി പെട്ടെന്നെത്തി. പക്ഷേ മരണത്തിൻ്റെ സംഖ്യ 100 കടന്നതോടുകൂടി കേരളം ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. പുഴകളിൽ മൃതദേഹങ്ങൾ ഒലിച്ചു വരുന്നത് കണ്ട് കേരളം ഞെട്ടുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇതിനേക്കാൾ വലിയൊരു ദുരന്തം നമുക്ക് കൃത്യം 100 വർഷം മുമ്പ് ഉണ്ടായി എന്ന കാര്യം കൂടി മലയാളി ഓർത്തെടുക്കുന്നത്. 99-ലെ വെള്ളപ്പൊക്കം എന്ന് പഴമക്കാരൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു സംഭവം 1924 ജൂലൈയിലാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. തെങ്ങിൻ്റെ അറ്റം വരെ, തെങ്ങിൻ തല വരെ വെള്ളം എന്നൊക്കെ അന്ന് ആളുകൾ പറഞ്ഞിരുന്ന സമയം. തൃശ്ശൂർ മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾ വലിയ തോതിൽ ബാധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ മൂന്നാർ, അതായത് സാധാരണ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ സമുദ്ര തലത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, ആ ഉയരത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മൂന്നാർ പോലെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലത്ത്, സമുദ്രനിരപ്പിൽ നിന്ന് വലിയ ഉയരത്തിലുള്ള ഈ സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കമുണ്ടാകുക എന്നത് അന്ന് ആശ്ചര്യത്തോടെയാണ് മലയാളികൾ കേട്ടത്. 1000-ലധികം ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. അന്ന് പല പുഴകളിലും, പ്രത്യേകിച്ച് പെരിയാറിൽ ആണ് അന്ന് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ പുഴകളിലൊക്കെ ആളുകളുടെ മൃതശരീരങ്ങൾ ഒഴുകി നടക്കുന്ന കാഴ്ച അന്ന് കാണേണ്ടി വന്നു. കൃത്യമായ എത്ര പേർ മരിച്ചു എന്നതിൻ്റെ ഒരു കണക്കില്ലെങ്കിലും 1000-ലധികം ആളുകൾ മരിച്ചു എന്നാണ് അന്നത്തെ ആ വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് കിട്ടിയ വിവരം. അപ്പം മൂന്നാറിലേക്കുള്ള പാത പൂർണ്ണമായി തകർന്നു. അതുപോലെ അന്നുണ്ടായിരുന്ന ചെറിയ റെയിൽ സംവിധാനങ്ങൾ തകർന്നു. റോഡ് പൂർണ്ണമായും പലയിടങ്ങളിലും തകർന്നു പോകണം. ഒപ്പം ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒക്കെ താറുമാറായി. കേരളം അന്ന് അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിന്നു. അതോടൊപ്പം അത് പ്രത്യേകിച്ച് മധ്യ കേരളത്തെയാണ് അന്നത്തെ ആ 99-ലെ വെള്ളപ്പൊക്കം ഏറ്റവും അധികം ബാധിച്ചത്. പക്ഷേ മലബാറിലെയും സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും നല്ല ശക്തമായ മഴ പെയ്തു. അവിടെയും ഇതുപോലെ ആളുകൾ വെള്ളത്തിൽപ്പെടുകയും അവിടെ പുഴകളിൽ അവരുടെ ശരീരം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഒക്കെ മലയാളിക്ക് കാണേണ്ടി വന്നു. പലരും അതിനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഒക്കെ പിന്നീട് എഴുതുകയും ചെയ്തു. ഏതായാലും തകഴിയുടെ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതി ഈ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ എഴുതിയതാണ്. നമ്മുടെ മനസ്സുകളിൽ പഴമക്കാർ പലപ്പോഴും അതിൻ്റെ ഒരു ഓർമ്മ കുറേ കാലം സൂക്ഷിക്കുന്ന തരത്തിലേക്ക് വലിയ ആഘാതമാണ് കേരള ജനതയ്ക്ക് മുകളിൽ അന്നത്തെ ആ വെള്ളപ്പൊക്കം ഏൽപ്പിച്ചത്. എന്നാൽ അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. ഇന്നത്തെ സാഹചര്യവും ഒരുപക്ഷെ അത്ര വലുതാകില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. പക്ഷേ ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇതിൻ്റെ ആഘാതം നമ്മൾ അറിയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ് എന്ന തരത്തിലാണ്. ഏതായാലും 100-ലധികം ആളുകൾ മരിച്ചു എന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ വിവരം കിട്ടുമ്പോൾ ഇനി എത്ര പേര് രക്ഷിക്കാനുണ്ട്, എത്ര പേർ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിൻ്റെ പരതലിലാണ് കേരളം മുഴുവൻ. അതിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായി ഉള്ള ഈ മൂടൽ മഞ്ഞും മഴയും ഒക്കെ രക്ഷാദൗത്യത്തെ എപ്പോഴും അതിനൊരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം അത് ഇവിടെയുമുണ്ട്. മാത്രവുമല്ല, മഴ ഇടയ്ക്ക് വിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പുഴയിലെ നീരൊഴുക്ക് പല ഘട്ടങ്ങളിൽ നമുക്ക് പ്രവചിക്കാത്ത തരത്തിൽ മാറിമറിയുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ രക്ഷാദൗത്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആളുകളെ നേരിട്ട് ഈ ഉരുൾപൊട്ടലിൽ മണ്ണിടിഞ്ഞ് വെള്ളത്തിനടിയിലായി പോയവർ, അങ്ങനെ ഉള്ള ആളുകൾ ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ പലയിടത്തും കുടുങ്ങിക്കിടക്കുകയും ചെറിയ പരിക്കുകളൊക്കെ പറ്റുകയും പെട്ടെന്ന് വൈദ്യസഹായം വേണ്ടതൊക്കെ ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ മരണനിരക്ക് പരമാവധി കുറയ്ക്കാനുള്ള ഒരു ശ്രമം
അധികൃതരുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ 99 വെള്ളപ്പൊക്കമുണ്ടായ ഒരു സാഹചര്യത്തിലല്ല ഇന്ന് മലയാളി കുറേ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മറ്റു ദുരന്തങ്ങൾ നമുക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. അത് വലിയൊരു അനുഭവ പാഠമായി നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. പെട്ടിമുടിയിലെ ദുരന്തം മലയാളി മറന്നു കാണില്ല. അതുപോലെ തന്നെ പുത്തുമലയിലും മണ്ണിടിഞ്ഞ് ആളുകൾ അതിനടിയിലായി പോകുന്ന ഒരു സാഹചര്യം. അതുപോലെ മറ്റൊരു പ്രധാന സ്ഥലമാണ് ഈ കവളപ്പാറ. അവിടെ ഇതുപോലെ ആളുകൾ വലിയ തോതിൽ പ്രശ്നബാധിതരായി. 59ഓളം ആളുകളാണെന്ന് ജീവൻ വെടിഞ്ഞത്. അപ്പോൾ മലയിടിഞ്ഞ് മനുഷ്യനിലേക്ക് വീഴുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകൃതിക്ഷോഭം അത് വലിയ ആഘാതം നമ്മളിൽ സൃഷ്ടിക്കുന്നു. 99 നിന്ന് കൃത്യം 100 വർഷം പിന്നിടുമ്പോൾ, 99 എന്ന് പറയുന്ന മലയാള മാസം 1099 എന്ന മലയാള മാസത്തെ സംബന്ധിച്ച് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ 99 നിന്ന് ഇപ്പോൾ ഈ 1199 ആകുമ്പോൾ കൃത്യം 100 വർഷം, അതായത് 1924 ജൂലൈയിൽ നിന്ന് 2024 ജൂലൈ ആകുമ്പോൾ അതുപോലെ ഒരു വലിയ ദുരന്തം കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തുകയാണ്. ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള മലയാളിയുടെ കരുത്ത് നമ്മൾ എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. ഈ നഷ്ടമായവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഒപ്പം നിൽക്കാനും അവരുടെ വേദനകളിൽ പങ്കാളികളാകാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവർക്കുണ്ടായ നഷ്ടങ്ങൾ പരമാവധി പരിഹരിച്ചു കൊടുക്കാനുമൊക്കെ വലിയ തോതിൽ മലയാളികൾ പല ഘട്ടങ്ങളിൽ മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലും സ്വാഭാവികമായി മലയാളികൾ അതിന് തയ്യാറാകുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് എല്ലായിടത്തുനിന്നും വരുന്നത്. ആ ഒരു കൂട്ടായ്മയും കരുത്തും നമുക്ക് ശക്തി പകരേണ്ടതുണ്ട്. 99 ആ വെള്ളപ്പൊക്കം 100 വർഷം കഴിയുമ്പോൾ മറ്റൊരു രീതിയിൽ ഒരു ദുരന്തമായി മലയാളിക്ക് മുന്നിലേക്ക് വീണ്ടും വരികയാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതിനപ്പുറത്തേക്ക് ഇതിനെ അതിജീവിക്കാൻ കൂടി നമ്മൾ എത്രമാത്രം കരുത്തരാകണം എന്നതിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഈ ദുരിതബാധിതരായ മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ വ്യക്തമാവുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ഒരേ മനസ്സോടുകൂടി മനുഷ്യരുടെ മാത്രം വിഷയം എന്ന തരത്തിലേക്ക് മറ്റെല്ലാ വിവാദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും അവിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ സഹായിക്കുന്നതിനും ഒപ്പം ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നവരെയും മറ്റ് ചികിത്സ വേണ്ടവരും അതുപോലെ ആരോഗ്യ ബാധിക്കപ്പെട്ടവരുമൊക്കെ ഉണ്ട്, അവർക്കൊക്കെയുള്ള പിന്തുണ നൽകുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമവും മലയാളികളുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.